എല്ലാവർക്കും ലിറ്റിൽ ഗേളി ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുങ്കുമം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. ഇത് ലിക്വിഡ് സിന്ദൂരാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് പൗഡറല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുങ്കുമത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുങ്കുമം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കാർഡിൽ കൊടുക്കാം. കണ്ടിട്ടില്ലെങ്കിൽ കണ്ട് നോക്കണം. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ കുങ്കുമം ഒരളവൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ റോസ് വാട്ടറാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം വെള്ളം നമുക്ക് ലിക്വിഡ് എത്രത്തോളം വെള്ളത്തിൻ്റെ ഫോമിൽ വേണോ അത്രയും നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യണം. ബാക്കിയെല്ലാം നമ്മൾ കുറച്ച് ആഡ് ചെയ്താൽ മതി. റോസ് വാട്ടറാണ് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ മൂന്നെണ്ണം കൂടെ കുറച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. അടുത്തത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു പ്രിസർവേറ്റീവ് പോലെ ആഡ് ചെയ്യുന്നതാണ്. അതിന് മാത്രമല്ല നമുക്ക് ഒരു ഗ്ലേസിങ്ങും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്. അപ്പം ഗ്ലിസറിനും കൂടെ ഗ്ലിസറിൻ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇനി ഇതും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലും ഒരു 2 ഡ്രോപ്പ് അങ്ങനെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ ആക്കി എടുക്കണം, മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടാക്കാം. കണ്ടെയ്നറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പഴയ ഹോമിയോ ഗുളികയുടെ ഒരു ബോട്ടിലാണ്. അതിൻ്റെ കൂടെ ഒരു കോട്ടൺ ബഡ് എടുത്തിട്ടുണ്ട്. അതായത് ഇനി നമ്മൾ ഈ കോട്ടൺ ബഡിനെ ഈ ബോട്ടിലിൻ്റെ ആ ഒരു സെയിം അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ബഡും മറ്റേ സൈഡിൽ ഒരു സ്റ്റിക്ക് പോലെയും കിട്ടും. അപ്പോൾ ആ സ്റ്റിക്കിനെ നമ്മൾ ഇതുപോലെ ലിഡിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് കുങ്കുമം അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒട്ടിക്കുമ്പം ഒന്നുകിൽ സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ കുറച്ച് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്താൽ മാത്രമേ അത് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുകയുള്ളൂ. എന്നിട്ട് നമുക്കിത് ഈ ബോട്ടിലിൽ സ്റ്റോർ ചെയ്യാം. ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് കുറച്ച് നമുക്ക് അധികം നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് വാട്ടർ പ്രൂഫ് ഒന്നും അല്ല. കാരണം നമ്മൾ എന്തായാലും നാച്ചുറൽ സാധനമാണല്ലോ, അപ്പം വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവും, പക്ഷേ ആ ഒരു സ്റ്റെയിൻ അവിടെ കിടക്കും. ചെറുതായിട്ടൊരു ലൈറ്റൊരു സ്റ്റെയിൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം. കണ്ടോ, ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്മൂത്ത് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റോസ് വാട്ടർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവാതെ ഇരിക്കും. ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.